നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് അഭിജിത്ത് നക്ഷത്രത്തെക്കുറിച്ചും പ്രദോഷത്തെക്കുറിച്ചുമാണ്. ഈ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ചയാണ് അഭിജിത്ത് നക്ഷത്രം വരുന്നതും പ്രദോഷ വ്രതം അനുഷ്ഠിക്കേണ്ടതും. ചൊവ്വാഴ്ച ഉത്രാടം കൂടിയാണ്. ആദ്യം നമുക്ക് അഭിജിത്ത് നക്ഷത്ര സമയം എപ്പോഴാണെന്ന് നോക്കാം. ഉത്രാട നക്ഷത്രം അവസാനിക്കുന്നതിന് മുൻപുള്ള 12 മിനിറ്റും തിരുവോണം നക്ഷത്രം തുടങ്ങിക്കഴിഞ്ഞുള്ള ആദ്യത്തെ 12 മിനിറ്റ് സമയവും, അതായത് ടോട്ടലായിട്ട് 24 മിനിറ്റ് സമയമാണ് അഭിജിത്ത് നക്ഷത്ര സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും 2 നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു ചെറിയ ബ്രാസ് പ്ലേറ്റോ കോപ്പർ പ്ലേറ്റോ എടുത്ത് 2 മൺചിരാതിൽ നെയ്യൊഴിച്ച് പൂക്കളുള്ളവർക്ക് പൂക്കളും സമർപ്പിച്ച് ആ ദീപം കൊളുത്തി 24 മിനിറ്റ് സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 308 തവണയും അതിനോടൊപ്പം തന്നെ അഭിജിത്ത് സ്തുതിയും ചൊല്ലാവുന്നതാണ്. നമ്മുടെ ഒരേ ഒരു പ്രാർത്ഥന വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടേണ്ടതായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും വരുന്ന അഭിജിത്ത് നക്ഷത്ര സമയത്ത് ഒരേ ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ മയിൽപീലികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് തന്നെ ചൊല്ലുന്നത്. ഇത് കൂടാതെ ഓം നമോ നാരായണായ ചൊല്ലുന്നവർക്ക് അത് ചൊല്ലാവുന്നതാണ്. അഭിജിത്ത് സ്തുതി 3 തവണ ചൊല്ലിയാൽ മതി. അഭിജിത്ത് സ്തുതി ഇതാണ്: അഭിജിത ആഗമാന്തുതീര അഭിജിതാംബര നക്ഷത്രാനാം നാദതീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണുമേദിനാം ഭവതവലാംശുത പരിപാലയ ശരണാഗത പാഹിമാം. ഇനി നമുക്ക് ഈ ചൊവ്വാഴ്ച അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം. രാത്രി 10:39 ആരംഭിച്ച് 11:04 വരെയുള്ള 24 മിനിറ്റ് സമയമാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ അഭിജിത്ത് നക്ഷത്രം വരുന്ന സമയം. ഈ ഒരു സമയത്ത് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 2 നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നെയ്ദീപം കൊളുത്താൻ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഭഗവാന്റെ ഈ ഒരു നാമം 308 തവണ ചൊല്ലി അഭിജിത്ത് സ്തുതി 3 തവണ ചൊല്ലാവുന്നതാണ്. ദീപം കൊളുത്തി മാത്രമേ ഈ സമയത്ത് പ്രാർത്ഥിക്കാവൂ എന്നില്ല. എവിടെ ഇരുന്നും നമുക്ക് നമ്മുടെ പ്രാർത്ഥന ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ചിങ്ങമാസത്തിലെ പ്രദോഷം വരുന്നത് ഉത്രാടം നക്ഷത്ര ദിവസമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓണത്തിന് തലേ ദിവസമാണ് ഇപ്രാവശ്യം പ്രദോഷം വരുന്നത്. അതുകൊണ്ട് തന്നെ വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതും ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി കഴിവിനൊത്ത വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഗുണങ്ങൾ നൽകും. പ്രദോഷ ദിവസം എന്ന് പറയുമ്പോൾ പ്രദോഷ സന്ധ്യയിലെ ശിവക്ഷേത്ര ദർശനമാണ് ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ നൽകുന്നത്. പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതിനായിട്ടാണ്. സന്താന ഭാഗ്യത്തിന് വേണ്ടിയും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയും സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയും ഒക്കെ പ്രദോഷ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ ദിവസം ശിവ പഞ്ചാക്ഷരി മന്ത്രമാണ് ജപിക്കേണ്ടത്. എത്ര തവണ വേണമെങ്കിലും ഓം നമ ശിവായ ചൊല്ലിക്കൊണ്ടേയിരിക്കാവുന്നതാണ്. പ്രദോഷ സന്ധ്യയിൽ നമ്മുടെ പ്രാർത്ഥന സഫലമാകുന്നതിന് വേണ്ടി ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 3 പ്രദോഷങ്ങളിലാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നവർക്ക് ഈ പ്രദോഷ സന്ധ്യയിൽ ചൊല്ലാവുന്നതാണ്. പ്രദോഷ ദിവസം ഭഗവാന് കറുക സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു അർച്ചനയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ ഒരു പ്രദോഷത്തിലും ചെയ്യാവുന്നതാണ്. പ്രദോഷ സന്ധ്യയിൽ പാർവതീ ദേവിയെ രത്നപീഠത്തിലിരുത്തി ശിവഭഗവാൻ നൃത്തം ചെയ്യും എന്നുള്ളതാണ്. ഈ സമയത്ത് സകല ദേവാദിദേവന്മാരും അവിടെ കൈലാസത്തിൽ സന്നിഹിതരായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലങ്ങൾ ലഭിക്കും. കാരണം ശിവപാർവതിമാരുടെ മാത്രം അനുഗ്രഹമല്ല, സകല ദേവാദിദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ത്രയോദശി തിഥിയിലെ പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നവർ പ്രദോഷ ദിവസം രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച ശേഷം പകൽ മുഴുവൻ ഉപവസിക്കണം.
വൈകിട്ട് വീണ്ടും കുളിച്ച് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോയി ശിവപൂജ കണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. വൈകുന്നേരം 4:30 മുതൽ 6 വരെയും 6 മുതൽ 7:30 വരെയുമുള്ള സമയമാണ് പ്രദോഷ സന്ധ്യാകാലം എന്ന് പറയുന്നത്. ഈ സമയത്ത് ക്ഷേത്രത്തിൽ കൂവള ഇലകൾ കൊണ്ട് അർച്ചന, അതുപോലെ ഭഗവാന് അഭിഷേകം തുടങ്ങിയ വഴിപാടുകളും നടത്താവുന്നതാണ്. സന്ധ്യയ്ക്ക് കരിക്കും പഴങ്ങളും ഒക്കെ ഭഗവാന് സമർപ്പിച്ച് അത് നേദിച്ചു വാങ്ങിയതിനു ശേഷം വ്രതമെടുക്കുന്ന ആൾക്ക് കഴിക്കാവുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കി വേണം വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിച്ചുകൊണ്ട് പ്രദോഷവ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ രാത്രിയിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക. പകൽ മുഴുവൻ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നതെങ്കിൽ രാത്രിയിൽ കുറച്ച് വെള്ളച്ചോറോ അല്ലെങ്കിൽ ഉണക്കലരി ചോറോ ഒക്കെ കഴിക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പുഴുങ്ങലരി ചോറ് കഴിക്കാൻ പാടില്ല. എപ്പോഴും ഒന്നുകിൽ പച്ചരിയോ അല്ലെങ്കിൽ ഉണക്കലരി ചോറോ വേണം കഴിക്കേണ്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.